ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. 9 മണി വരെ 13.13% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. 121 മണ്ഡലങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ്. തേജസ്വി യാദവും സമ്രാട് ചൌധരിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ ഇന്ന് ജനവിധി തേടുന്നുണ്ട്. ബീഹാറിൽ NDA വിജയിക്കുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. ധനസുമോദ് വിവരങ്ങളുമായി ചേരുന്നു. സുമോദ്, ഇപ്പോൾ പോളിംഗ് സ്റ്റേഷനിൽ തിരക്കായോ? അജിംസ്, നമ്മളിപ്പോൾ നിൽക്കുന്ന ബഹാദുർപൂറിലാണ്. ഇവിടെ വളരെ ശക്തമായ ഒരു പോരാട്ടം 3 മുന്നണികൾ തമ്മിലാണ് നടക്കുന്നത്. ഒന്ന് NDA, ഇതുകൂടാതെ ഇന്ത്യ സഖ്യം, ജൻസ്വരാജ് പാർട്ടിയുടെ വളരെ ശക്തമായ ഒരു വേരോട്ടമുണ്ട് എന്ന് ജൻസ്വരാജ് പാർട്ടിയിൽ പ്രവർത്തകർ തന്നെ പറയുന്നൊരു സ്ഥലമാണ്. മാത്രമല്ല, നമ്മൾ വോട്ട് ചെയ്യാൻ എത്തിയിരുന്ന പല ആൾക്കാരോടും നിങ്ങൾ ആരാണ് ഇവിടെ സ്ഥാനാർത്ഥി എന്ന് ചോദിക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ ജൻസ്വരാജ് പാർട്ടിയുടെ പ്രവർത്തകൻ്റെ, അവരുടെ പ്രത്യാശിയുടെ, അവരുടെ സ്ഥാനാർത്ഥിയുടെ പേരാണ് ചെറുപ്പക്കാരായ പലരും പറയുന്നത്. ഇവിടെ പ്രധാനമായും ഈ മേഖലയിലെ പ്രധാന പ്രശ്നം ഈ തൊഴിലില്ലായ്മ തന്നെയാണ്. തൊഴിലില്ലായ്മയ്ക്ക് ഒരു വീട്ടിൽ നിന്നും ഒരാൾക്കെങ്കിലും സർക്കാർ ജോലി നൽകാം എന്നുള്ള തേജസ്വി യാദവിൻ്റെ വാഗ്ദാനമാണ് ഇവിടെ പലരും നമ്മളെ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്, ഉയർത്തിക്കാട്ടുന്നത്. മാത്രമല്ല, ഇവിടെ ഈ ബഹാദുർപൂറിലെ MLA 5 തവണയായി NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് തന്നെ ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു MLA ആണ്. ഇത് കൂടുതലും ഈ ഏരിയ എന്ന് പറയുന്നത് തന്നെ ഈ പ്രത്യേക കാർഷിക മേഖലയാണ് ഇവിടെയുള്ളത്. പക്ഷേ തൊഴിലില്ലായ്മയും വളരെയധികം അലട്ടുന്നുണ്ട്. ഇവിടെ രാവിലെ തന്നെ ഒരു 7 മണി മുതൽ 9 മണി വരെ ഇവിടെ പോളിംഗ് ബൂത്തിലേക്ക് ഒരു പരമാവധി ഒരു 15 പേരാണ് എത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ എണ്ണം കൂടുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. നേരത്തെ നമ്മൾ നിന്ന ദർഭംഗ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഒരു ബൂത്തിൽ നിന്നും 3-4 പേർ അവർക്ക് വോട്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് മടങ്ങിപ്പോയി. അവരെല്ലാവരും ഒരു ക്ലറിക്കലായിട്ട് എന്തോ സംഭവിച്ചതാണ്. കാര്യം BLOയുടെ കൃത്യമായി പേരുകൾ ഞങ്ങൾ കരട് പട്ടികയിൽ വോട്ടില്ലാത്തത് കൊണ്ട് കൊടുത്തതാണ്. പക്ഷേ BLO പറഞ്ഞതാണ് ഞങ്ങൾക്ക് വോട്ടുള്ളത്. പക്ഷേ ബൂത്തിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് വോട്ട് ഇല്ലാതായ വിവരം അറിയുന്നത് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഇതെല്ലാം പല ആൾക്കാരുടെ ഒറ്റപ്പെട്ട പരാതികളായിട്ടാണ് പറയുന്നത്. പക്ഷേ ഇതെല്ലാം ഒരു ക്രോഡീകരിച്ചുകൊണ്ട് ഒരു പ്രതിഷേധമായിട്ട് ഉയർത്താനോ അല്ലെങ്കിൽ ഒരു വോട്ട് ചോരി ആരോപണം ബീഹാറിൽ എന്ന രീതിയിൽ ചെയ്യാനോ പ്രതിപക്ഷത്തിന്, പ്രത്യേകിച്ച് കോൺഗ്രസിനോ RJDക്കോ കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു ദുഃഖകരമായ സത്യം. കാര്യം നമ്മൾ പല ബൂത്തുകളിലും നമ്മൾ കയറി ഇറങ്ങി വന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് വോട്ട് ചോരി തന്നെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യം. പക്ഷേ അപ്പോൾ പോലും ഇതിന് ഒരു കൂട്ടത്തോടെയുള്ള ഒരു പ്രതികരണം ഒരു ബൂത്തിൽ നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. സുമോദ്, ഇപ്പോൾ സുമോദ് എവിടെയാണുള്ളത്? ഏത് ജില്ലയാണ്? ദർഭംഗയിൽ തന്നെയാണോ ഉള്ളത്? ദർഭംഗ ജില്ലയിൽ എത്ര മണ്ഡലങ്ങളുണ്ട്? ആ മണ്ഡലങ്ങളിൽ ആർക്കൊക്കെയാണ് മുൻതൂക്കം? ഈ ദർഭംഗ ജില്ലയുടെയും മുസാഫർപൂറിൻ്റെയും അതിർത്തി സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ദർഭംഗയിലാണെങ്കിൽ 10 നിയോജക മണ്ഡലങ്ങളാണുള്ളത്, നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. ഇതിൽ 9 എണ്ണവും കഴിഞ്ഞ തവണ നേടിയത്, ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത് NDA കക്ഷി തന്നെയായിരുന്നു. മാത്രമല്ല, ഈ ഘട്ടത്തിൽ ഒരു 57 സ്ഥാനാർത്ഥികളെ JDU നിർത്തിയിട്ടുണ്ട്. JDUവിന് വലിയ ശക്തമായിട്ടുള്ള വേരോട്ടമുള്ള ഒരു പ്രദേശത്തു കൂടിയാണ് ഈ ദർഭംഗ എന്ന് പറയുന്ന പ്രദേശം നടക്കുന്നത്. മാത്രമല്ല, ഈ VIP എന്ന് പറയുന്ന പാർട്ടി, അവർ നേരത്തെ ഉണ്ടായിരുന്നത് NDAയിലായിരുന്നു. അവർ അതിനുശേഷം പിന്നീട് മഹാഗഠബന്ധൻ്റെ ഭാഗമായി മാറിയിരിക്കുകയാണ്. മുകേഷ് സാഹ്നി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരാണ് ഈ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് തന്നെ വളരെ ശക്തമായ പ്രചരണം നടത്തുന്നത്. ഈ മഹാദളിത് വിഭാഗത്തിലുള്ള ആളുകൾ തിങ്ങി താമസിക്കുന്ന ഏരിയകൾ ഇവിടെ വളരെ ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മുകേഷ് സാഹ്നിക്ക് ഉപമുഖ്യമന്ത്രി പദം നൽകാം എന്നുള്ള ഒരു വാഗ്ദാനം ഇവിടെ പല ഏരിയകളിലും വലിയ ശക്തമായിട്ട് തന്നെ അലയടിച്ചിട്ടുണ്ട്. VIP പല മണ്ഡലങ്ങളിലും മത്സരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത്. ശരി.